മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ അഭിമാനമാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം രാജ്യം സ്വന്തം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സമർത്ഥമായി ഏറെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ മാതൃകയായി സൃഷ്ടിച്ചതാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ പുതിയൊരു സാധ്യത നമുക്കറിയാം. എല്ലാ രാജ്യത്തിൻ്റെ പല ഇടങ്ങളിലേക്കും വന്ദേ ഭാരത് ട്രെയിനുകൾ കടന്നു വരുന്നുണ്ട്. വേഗത്തിലുള്ള യാത്ര, കൂടുതൽ സുരക്ഷിതമായ യാത്ര, കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള യാത്ര, ഇതൊക്കെയാണ് വന്ദേ ഭാരത് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തിന് പുറത്തേക്കും നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ചില അയൽ രാജ്യങ്ങളും ഒപ്പം ചില സൗഹൃദ രാജ്യങ്ങളുമൊക്കെ വന്ദേ ഭാരത് ട്രെയിനുകളോട് താല്പര്യം വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ഈ തീവണ്ടി ടെക്നോളജി, ട്രെയിൻ ടെക്നോളജി മറ്റു രാജ്യങ്ങളിലേക്കുള്ള വിൽക്കാനുള്ള ഒരു പുതിയ സാധ്യത കൂടിയാണ് നമുക്ക് മുന്നിൽ വഴി തുറക്കുന്നത്. അങ്ങനെയെങ്കിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഈ സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത് സംബന്ധിച്ച ഗൗരവമായ ആലോചനകളിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നോക്കാം. വന്ദേ ഭാരത് ട്രെയിനുകളോട് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ താല്പര്യം വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സൗഹൃദ ലിസ്റ്റിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമൊക്കെ വന്ദേ ഭാരത് ട്രെയിനുകളോട് അവർ താല്പര്യമുണ്ട്. കാരണം രാജ്യം നടപ്പിലാക്കിയ ഈ ടെക്നോളജി, ഇതിൻ്റെ ഒരു സാധ്യതയാണ് അവർ നോക്കുന്നത്. ഈ രാജ്യങ്ങൾക്കെല്ലാം പൊതുവായൊരു സ്വഭാവമുണ്ട്. വികസ്വര രാജ്യങ്ങളാണ്. അതായത് വമ്പൻ സാമ്പത്തിക ശക്തികളല്ല, എന്നാൽ പുതിയ ഗതാഗത മാർഗ്ഗങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്താനുള്ള മാർഗങ്ങൾ തേടുന്നവരാണ്. അവർക്കൊക്കെ ഏറ്റവും സാധ്യതയും മാർഗവുമാണ് ഇന്ത്യയുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ എന്നതാണ് പ്രത്യേകത. മറ്റൊന്നുമല്ല, നമ്മുടെ ചിലവ് കുറവ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ചിലവ് കുറഞ്ഞ, എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയ എന്നാൽ വേഗതയുള്ള ഒരു ട്രെയിൻ എന്ന് തന്നെയാണ് വന്ദേ ഭാരതിൻ്റെ പ്രത്യേകത. പക്ഷേ വെല്ലുവിളികൾ പലതുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ വന്ദേ ഭാരതുകൾ ട്രെയിനുകൾ എത്തിച്ച് അവിടെ നൽകുമ്പോൾ വെല്ലുവിളികൾ പലതുണ്ട്. നമുക്ക് എന്താണ് ഇതിൻ്റെ നേട്ടവും വെല്ലുവിളികളും എന്ന കാര്യം കൂടി പരിശോധിക്കാം. എന്തായാലും ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ അടക്കമുള്ള നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങൾ ഈ സാധ്യത മുൻനിർത്തി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ ഇവിടെ വന്ന് വന്ദേ ഭാരതിനെ നേരിട്ട് കാണുകയും ബോഗികളുടെ പ്രത്യേകതകളൊക്കെ നേരിട്ട് മനസ്സിലാക്കുകയുമാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത മുന്നിൽ നിൽക്കുകയാണ്. അയൽ രാജ്യങ്ങളിലേക്ക് ഒരു പക്ഷേ സമീപ നാളുകളിൽ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തിയാലും അത്ഭുതമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ് വന്ദേ ഭാരതിൻ്റെ പ്രത്യേകത? വന്ദേ ഭാരതിന് വിദേശ രാജ്യങ്ങളെ ഇത്രയധികം താല്പര്യപ്പെടുപ്പിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, യൂറോപ്പിലെയും ജപ്പാനിലെയും അതിവേഗ ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ഭാരതിന് നിർമ്മാണ ചെലവ് വളരെ കുറവ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. മേക്കിംഗ് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം രാജ്യത്തെ വിവിധ റെയിൽ ഫാക്ടറികളിലാണ്, കോച്ച് നിർമ്മാണ ഫാക്ടറികളിലാണ് വന്ദേ ഭാരത് നിർമ്മിക്കുന്നത്. താരതമ്യേന ഏറ്റവും കുറഞ്ഞ ചെലവ് എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഇന്ത്യൻ സാഹചര്യങ്ങളും പൂർണ്ണമായും നമ്മുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മാണം. അതുകൊണ്ട് തന്നെ നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. ജപ്പാൻ, ചൈന, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളൊക്കെയാണ് അതിവേഗ ട്രെയിൻ പദ്ധതി, മെട്രോ റെയിൽ നിർമ്മാണത്തിലേക്ക് ഏറ്റവും മുമ്പനായി നിൽക്കുന്നത്. പക്ഷേ അവിടെ വമ്പൻ ചെലവേറുമ്പോൾ രാജ്യത്തിൻ്റെ സ്വന്തം ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ നിർമ്മാണത്തിൽ ചെലവ് കുറയുന്നു എന്നത് തന്നെയാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മറ്റൊന്ന്, എന്തുകൊണ്ട് ഈ ചെലവ് കുറയുന്നു എന്ന കാരണത്തിന് ഉത്തരം നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ് പൂർണ്ണമായും ഇതിൻ്റെ രൂപകൽപ്പന നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സാഹചര്യങ്ങളുമായി ചേർന്ന് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ചെലവ് ഏറ്റവും കുറയുന്നത് എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, നമുക്ക് ഈ സ്പെയർ പാർട്സും സാങ്കേതിക പിന്തുണയും താരതമ്യേന കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യൻ സാഹചര്യങ്ങളുടെ പ്രത്യേകത. നമുക്ക് കൂടുതൽ ട്രെയിനുകൾ നിർമ്മിക്കാനും രാജ്യത്തിൻ്റെ കൂടുതൽ ഇടങ്ങളിലേക്ക് അത് എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മറ്റു രാജ്യങ്ങളുടെയും താല്പര്യം ഇതുകൊണ്ട് തന്നെ, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കൂടുതലായി ഉണ്ടാവുന്നത്. മറ്റൊന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വികസ്വര രാജ്യങ്ങൾക്ക് നമ്മുടെ ഈ കുറഞ്ഞ ചെലവ് അവർക്ക് പ്രാപ്യമായ ഒരു സാഹചര്യം ഈ ട്രെയിനുകൾ ഉണ്ടാക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ചെലവ് കുറവെങ്കിലും മികച്ച സാങ്കേതികവിദ്യ ഇന്ത്യ നിർമ്മിച്ച നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ പ്രത്യേകതയാണ്. അതായത് സെമി ഹൈസ്പീഡ് ട്രെയിനുകളാണ് നമ്മുടെ വന്ദേ ഭാരത്. 160 കിലോമീറ്റർ വേഗത്തിൽ കൈവരിക്കാൻ കഴിയുകയാണ്. റെയിൽവേ ട്രാക്കുകൾ സജ്ജമാണെങ്കിൽ 160 കിലോമീറ്ററൊക്കെ ഏറ്റവും സജ്ജമായ വേഗതയിൽ കടന്നു പോകാൻ കഴിയുമെന്നതാണ് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഒരു ഹൈലൈറ്റ്.
മറ്റൊന്നുള്ളത് ഈ ജപ്പാനിലെ ഹിറ്റാച്ചി റെയിൽ അല്ലെങ്കിൽ ഫ്രാൻസിലെ ആൽസ്റ്റൺ പോലെയുള്ള കമ്പനികളുടെ അതിവേഗ ട്രെയിനുകൾ വാങ്ങാൻ വലിയ നിക്ഷേപം ആവശ്യമാണ്. അതാണ് സാധാരണ രീതിയിൽ മെട്രോ ട്രെയിൻ മറ്റും നിർമ്മാണത്തിനും ആ ടെക്നോളജിയാണ് ഉപയോഗപ്പെടുന്നത്. പക്ഷേ അവർക്ക് വലിയ ചിലവേറുന്നതാണ്. പക്ഷേ നമ്മുടെ വന്ദേ ഭാരതിന് അത് വേണ്ടി വരുന്നില്ല. പക്ഷേ വന്ദേ ഭാരതിൻ്റെ ഒരു വെല്ലുവിളി അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇപ്പോഴും ബ്രോഡ് ഗേജ് എന്നതാണ് നമ്മുടെ ഒരു പ്രതിസന്ധി. അതായത് ഇന്ത്യയുടെ റെയിൽ ശൃംഖല അറിയാം, ബ്രോഡ് ഗേജ് പാതകളാണ്. അതിൻ്റെ ടയറുകൾക്കിടയിലുള്ള അകലമാണ് ബ്രോഡ് ഗേജ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ലോകരാജ്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പൊതു സ്റ്റാൻഡേർഡ് ഗേജാണ്. അപ്പോൾ നമ്മുടെ ഒരു വെല്ലുവിളി കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് മാറി ഇതിൻ്റെ ബോഗിയുടെ നിർമ്മാണം നടക്കണം എന്നൊരു വെല്ലുവിളിയാണ് നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നത്. അത് ഇതിൻ്റെ ഒരു വെല്ലുവിളിയായി മാറുകയാണ്. മറ്റൊന്ന്, ആഗോള മത്സരരംഗത്തുള്ള കമ്പനികൾക്ക് ഇപ്പോൾ തന്നെ ഒരു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും വിശ്വാസ്യതയുമുണ്ട്. സ്വാഭാവികമായും ആ ഒരു കാര്യം നമ്മുടെ ഒരു പുതിയ തുടക്കമാണ്. അതിൻ്റെ ഒരു വെല്ലുവിളി നമുക്ക് വിദേശ രംഗത്ത് ഈ ആഗോള രംഗത്ത് മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളിയാണ്. ചൈന, ജപ്പാൻ കമ്പനികൾ ട്രെയിനുകൾക്കൊപ്പം ധനസഹായം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കേരയിൽ പ്രോജക്റ്റ് പോലും ആലോചിച്ചപ്പോൾ വിദേശത്തു നിന്നും എത്തിക്കേണ്ട ഈ ട്രെയിന് ഒപ്പം ഒരു സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകൾ തേടി കൂടുതൽ വികസ്വര രാജ്യങ്ങൾ പോവില്ലേ? അപ്പോൾ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഈ മത്സരത്തിൽ നമുക്ക് കിടപിടിക്കാൻ അത് വെല്ലുവിളി ഉണ്ടാക്കില്ലേ എന്ന ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല, പിന്നെ നമുക്കുണ്ടാവുന്നത് വെറും ബോഗികൾ വിൽപ്പന മാത്രമല്ല, അതിനുശേഷം വിൽപ്പനാനന്തര സേവനം ആവശ്യമാണ്. സാങ്കേതികവിദ്യ വിദേശത്ത് ലഭ്യമാക്കണം, അതിൻ്റെ സ്പെയർ പാർട്സുകൾ ലഭ്യമാക്കണം. അപ്പോൾ ആ രീതിയിൽ കൂടി മികവ് പുലർത്തിയാൽ മാത്രമേ ഈ മത്സര വിപണിയിൽ നമുക്ക് വിജയിക്കാൻ കഴിയൂ എന്നതാണ്. മറ്റൊരു വെല്ലുവിളി ഉണ്ടാകുന്ന വേഗതയുടെ കാര്യത്തിലാണ്. വന്ദേ ഭാരതിൻ്റെ വേഗക്കുറവ് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച 160 കിലോമീറ്ററാണ് നമ്മുടെ പരമാവധി വേഗമായി നമ്മൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ 250 അല്ലെങ്കിൽ 350 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന അതിവേഗ ട്രെയിനുകളുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പിന്നിൽ നിന്നാണോ കളിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാൻ ഏറെ വകയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള സാഹചര്യം. കാരണം നമ്മുടെ ഈ പദ്ധതിക്ക് സാധ്യതകൾ ഏറെയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഒട്ടും കുറവല്ല. ആ ആലോചനകൾ ഗൗരവമായി നടക്കുകയാണ്. നമ്മളേറെ അഭിമാനത്തോടെ ചുയർത്തിക്കാട്ടുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഇതിനകം തന്നെ ട്രെൻഡായി കഴിഞ്ഞു, തരംഗമാണ് രാജ്യത്തെമ്പാടും. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൂടെ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ കുതിച്ചു പായുന്ന കാലം വിദൂരമല്ല, സമീപഭാവിയിൽ തന്നെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.